ദീർഘവീക്ഷണത്തോടെ നഗരസഭയുടെ സർവ്വതോന്മുഖമായ വികസനമാണ് ബജറ്റിലൂടെ ലക്ഷ്യമിട്ടതെന്ന് വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ് പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നഗരസഭാ ഉപാധ്യക്ഷൻ. ചടങ്ങിൽ ബജറ്റിന് മുഖചിത്രമൊരുക്കിയ വെള്ളിത്തിരുത്തി സ്വദേശി നിധിനെ ആദരിച്ചു. നഗരവികസനത്തെക്കുറിച്ചുള്ള തനതായ കാഴ്ചപ്പാടുകൾ വർണ്ണചിത്രങ്ങളിലൂടെ ബജറ്റ് പുസ്തകത്തിന്റെ കവർ പേജാക്കി മാറ്റിയ യുവപ്രതിഭയ്ക്ക് നഗരസഭയുടെ ആദരം. എം.കെ. നിധിനെയാണ് ആദരിച്ചത്. ബജറ്റ് അവതരണത്തിന് ശേഷം ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി.ജി. ജയപ്രകാശ് നിധിനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. കുന്നംകുളം നഗരത്തിലൂടെയുള്ള സ്ഥിരം യാത്രക്കാരനായ നിധിൻ തന്റെ നഗരത്തെ വിദേശ രാജ്യങ്ങളിലെ ടൗണുകളോട് താരതമ്യപ്പെടുത്തിയാണ് മുഖചിത്രം ഒരുക്കിയത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മറ്റു വിദേശ രാജ്യങ്ങളെ പോലെ നമ്മുടെ പട്ടണമാക്കിക്കൂടാ എന്നത് കുറിച്ച് മൂപ്പര് സങ്കല്പത്തിൽ ഒരു ചിത്രം വരച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, കുന്നംകുളം MLA ഫണ്ടിൽ നിന്ന് 95 കോടി രൂപ നമുക്ക് നഗരവികസനത്തിന് വേണ്ടി മാത്രം, ബെൽമൗത്ത് വികസനത്തിന് മാത്രം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റാൻഡ് പൊളിക്കുകയാണ്. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് ആണ് അതിൻ്റെ ആശയം. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സങ്കല്പമായിരിക്കണം നമ്മുടേത്. അങ്ങനെ അപ്പോൾ അതിനുശേഷം ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇയാളെ വിളിക്കുകയും നമുക്കിതിന് വേണ്ടിയുള്ള ഒരു സങ്കല്പം ഉണ്ടാവണം, അതുകൊണ്ട് ഇത് വരച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചിത്രമാണ് നമുക്കിവിടെ ഇന്ന് നമ്മൾ മുഖചിത്രമായിട്ട് കൊടുത്തത്. എന്തുകൊണ്ട് നമ്മുടെ പട്ടണം ഇങ്ങനെ ആയിക്കൂടാ എന്ന അയാളുടെ സ്വപ്നത്തിൽ നിന്നാണ് ഈ ചിത്രം ഉണ്ടായത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. നഗരവികസനത്തിനായി സർക്കാർ 95 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി റിംഗ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ബജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. നഗരവികസനവും പരിസ്ഥിതി സൗഹൃദപരമായ സുസ്ഥിര വികസനവുമാണ് ബജറ്റിന്റെ ആണിക്കല്ലെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തമായെങ്കിലും നഗരസഭാ പരിധിയിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ നടപടികളുടെ തുടർച്ചയുണ്ടാകുമെന്നും നാടിന്റെ തനിമയുള്ള ജൈവ അരി വിപണിയിലെത്തിക്കാൻ ഊർജിത ശ്രമം നടത്തുമെന്നും പി.ജി. ജയപ്രകാശ് പറഞ്ഞു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി. സോമശേഖരൻ, പുഷ്പ ജോൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.